ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോതി നക്ഷത്രത്തിനുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ 2025 എനർജി എങ്ങനെയായിരിക്കും എന്നുള്ള റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് എക്ലപ്സ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഷാഡോസിനെ മനസ്സിലാക്കണം എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ ഒരു ഡാർക്ക്നെസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അതായത് പല കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിശ്വാസമില്ലായ്മയുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. എല്ലാവർക്കും ഒരു ഷാഡോ സൈഡ് ഉണ്ടാകും. അത് നമ്മൾക്ക് വേദനയുള്ള സൈഡായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ലാത്ത സൈഡായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ക്ലാരിറ്റി ഇതുവരെയും കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ഒരു സൈഡായിരിക്കാം. എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ. നോ വൺ ഈസ് കംപ്ലീറ്റ്ലി ഒരു മോശം വ്യക്തി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു നല്ല വ്യക്തി. അവർക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് പാർട്ട് ഉണ്ടാവും എന്നുള്ളത് കാണുന്നു. ആ ഒരു നെഗറ്റീവ് പാർട്ടിൽ പല കാര്യങ്ങളും നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഒരു ഓൾഡ് വേർഷനെ നിങ്ങൾ മാറ്റി ഒരു ന്യൂ വേർഷൻ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പല ചേഞ്ചുകളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ചില റാൻഡം തോട്ട്സൊക്കെ മാറ്റി, ഓക്കെ, നിങ്ങൾക്കുള്ള പേടികൾ, നിങ്ങൾക്കുള്ള ഡൗട്ടൊക്കെ മാറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ പറ്റി. ആൻഡ് അതിനകത്ത് നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ റെഡി ആവുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് എനിക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷേ അതിനകത്ത് എനിക്കൊരു ഒരു ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എനിക്ക് ഇതുവരെയും കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കാണുന്നു. ആ ഒരു സംഭവത്തിൽ നിങ്ങളുടെ പേടിക്ക് അഗെയിൻസ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ അതിന് ഒരു ഐഡിയ വെച്ച് അതിൻ്റെ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ആ ഒരു പേടി ഒഴിവാക്കി അത് ലൈഫിൽ നിന്നും വേണ്ട എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഡാർക്ക് സൈഡിൻ്റെ മേലെ നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റാർ കീപ്പർ എന്നൊരു കാർഡ് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഓക്കെ, സ്റ്റേ ഗ്രൗണ്ടഡ് എന്നുള്ളത് പറയുന്നു. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ എർത്തിൽ ഉള്ളൊരു ജീവിയാണ് അല്ലേ, നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളതിൽ നമ്മൾ ഭൂമിയോട് എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. അതായത് ഭൂമിയോട് നമ്മളെപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു താങ്ക്സ് പറയണം. അതായത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനം കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂമിയിലുള്ള സൺലൈറ്റ്, വാട്ടർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകുന്നത്. സോ അതിനൊരു നന്ദി നമ്മളെന്നും അവർക്ക് കാണിക്കണം. ഗ്രേറ്റ്ഫുള്ളായിട്ട് ജീവിക്കണം, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. നമ്മൾക്ക് ചീത്തതോ നല്ലതോ സമയം എല്ലാം വന്നാലും നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് നമ്മളുടെ മെയിനായിട്ട് നമ്മളുടെ കാര്യം. അതായത് നമ്മളെപ്പോഴും ഡൗൺ ടു എർത്തായിട്ട് തന്നെ എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ബാലൻസ് ആണ്. ഓക്കെ, ബാക്കിയുള്ളവർ പറയുന്നത് എഗ്രി ചെയ്യുന്നത് മാത്രമല്ല ലവ്. ഓക്കെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചാലഞ്ചസും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. രണ്ട് ഭാഗത്തുനിന്നും ഒരേപോലെയുള്ള എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്. അതാണ് ശരിക്കുള്ള ലവ് എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും ഒരാൾ പറയുന്നത്, അതായത് നിങ്ങളുടെ അടുത്ത് ഒരാൾ പറയാണ് ഇതാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുന്നതല്ല റൈറ്റ് തിങ് എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളോടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോടായിക്കോട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബുക്ക് എടുക്കുക, ആ ഒരു ബുക്കിൻ്റെ അകത്ത് ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ നമ്മളുടെ പേരൻസിൻ്റെ അടുത്തോ നമ്മൾ ചോദിക്കുന്നുണ്ടോ? എക്സാക്ട്ലി നമ്മൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ചോദിക്കാതെ ഇരിക്കുന്നുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഗിൽട്ട് അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് മാത്രമല്ല യൂണിവേഴ്സിൻ്റെ അടുത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം യൂണിവേഴ്സിനും ചിലപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ആരുടെ അടുത്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല.
ഓക്കെ. നിങ്ങൾ സത്യമായിട്ടാണോ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിച്ചു തരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വേണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് വേണം, പക്ഷേ നിങ്ങൾ പറയുകയാണ് ഈ എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞ് അത് ഒപ്പിച്ചു വിടുകയാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. അത് എക്സാക്ട്ലി നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ തന്നെ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ആൾക്കാരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ആരടുത്താണ് നിങ്ങൾക്ക് ഈ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സേഫ് സ്പേസ് അല്ല, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു ബേസിക് കാര്യം. ഓക്കെ. അടുത്തതായിട്ട് ടാരോട്ട് കാർഡ്സിന് നമുക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഐ എം സീയിങ് കിങ് ഓഫ് വാൻസ് എനർജി. സോ കിങ് ഓഫ് വാൻസ് എനർജി എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, പലരും ഒരു ടാരോ ഡെക്കിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാർഡാണ് ഒരു കിങ് ഓഫ് വാൻസ് എനർജി. കിങ് ഓഫ് വാൻസ് എനർജിയിൽ നിങ്ങളുടെ പാഷൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിങ്ങളൊരു മേ ബി ഒരു പ്ലെയർ ആയിരിക്കാം, നിങ്ങളൊരു ലൈക്ക് ഒരു ഡാൻസർ ആയിരിക്കാം, സിംഗർ ആയിരിക്കാം. അങ്ങനത്തെയൊക്കെയുള്ള കാര്യത്തിൽ യൂഷ്വലി നമ്മളുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളുടെ പേരൻസിൻ്റെ അടുത്ത് നിന്നും സപ്പോർട്ട് കിട്ടണം എന്നില്ല. ബിക്കോസ് അവർ അക്കാഡമിക് കാര്യത്തിലായിരിക്കും കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ പലപ്പോഴും റീഡിങ്സ് ചെയ്തിട്ടതിന് ശേഷം ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഗവൺമെൻറ് ജോബ് കിട്ടുമോ എന്നുള്ളത്. എനിക്കറിയില്ല വൈ ഈസ് പീപ്പിൾ സോ മച്ച് ഒബ്സസ്ഡ് വിത്ത് ഗവൺമെൻറ് ജോബ് എന്നുള്ളത്. അത് എത്രയോ നാളായിട്ട് ആൾക്കാർക്കുള്ളൊരു ഒബ്സഷനാണ്. അതിപ്പം എങ്ങനെയായാലും മാറ്റാൻ പറ്റില്ല എന്നുള്ളതറിയാം. പക്ഷേങ്കിൽ ഗവൺമെൻറ് ജോബല്ല ലൈഫിൽ ഒരു എന്താ പറയുക ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. യു ക്യാൻ ഏൺ ബെറ്റർ ഫ്രം എ ഡിഫറെൻറ്റ് ജോബ് ഓൾസോ. അത് ഗവൺമെൻറ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ജീവിതം സഫലമാകൂ എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് മുന്നോട്ട് പോകുന്നൊരു റൈറ്റ് കാര്യമേ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഒരുപാട് ആൾക്കാരുടെ ചിന്താഗതി മാറേണ്ട സമയമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമല്ല ഉള്ളത്, ഗവൺമെൻറ് ജോബും പ്രൈവറ്റ് ജോബും എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അല്ല. ടാരോട്ട് റീഡിങ് അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും അവർ നിങ്ങൾക്ക് റോൾസാണ് പറഞ്ഞു തരിക. ഇങ്ങനത്തെ ജോലി എന്നാണ് പറയുക. ഗവൺമെൻറ് ജോബ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷേ അതെങ്ങനെയാണ് എക്സാക്ച്വലി ടാരോട്ട് റീഡിങ്ങിൽ പോസിബിൾ അല്ല. അതെനിക്ക് ജ്യോതിഷത്തിൽ ഇവർ പറയുന്നുണ്ട് ചിലവർ ഗവൺമെൻറ് ജോബ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ ടാരോട്ട് റീഡിങ്ങിൽ അവർ ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു കാർഡോ ഇല്ല. വാട്ട് ദേ സേ ഈസ് റോൾ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു റോള് കിട്ടും, അതിന് പ്രൈവറ്റ് എന്നോ ഗവൺമെൻറ് എന്നോ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. നിങ്ങൾ പ്രൈവറ്റിലാണോ, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ പ്രൈവറ്റിലാണോ ഗവൺമെൻറ്റിലാണോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് ഹാപ്പി ആണോ, അതിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഇത് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എല്ലാവരും മേ ബി അട്രാക്റ്റഡ് ആയിട്ടുള്ള പെൻഷൻ എന്നുള്ളൊരു ആക്സെപ്റ്റിലായിരിക്കാം. അതായത് പിന്നെയും ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പെൻഷൻ കിട്ടും എന്നുള്ളത്. നിങ്ങളുടെ നന്നായിട്ട് ഏൺ ചെയ്യുന്നൊരു ജോബ് ഉണ്ട്, അതിനെ നിങ്ങൾ സേവിങ്സ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ദർ ആർ സോ മെനി പ്ലാൻസ് ഫ്രം വിച്ച് യു ക്യാൻ ഗെറ്റ് എ റിട്ടേൺ ലൈക്ക് സിമിലർ ടു പെൻഷൻ. ഓക്കെ. ഇതൊക്കെ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഐ എം സോറി ഫോർ ദാറ്റ്. പക്ഷേ ടാരോട്ട് റീഡിങ്ങിൽ ഒരിക്കലും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് കിട്ടുമോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് കിട്ടുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓൺലി ഐ ക്യാൻ സേ ഇസ് ദാറ്റ് നിങ്ങൾ ഗവൺമെൻറ് ജോബ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റും. ഓക്കെ. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ. അല്ലാതെ എനിക്ക് ഈ ഒരു ഡക്കിലെ ആസിൻ എനിക്ക് ഇപ്പോൾ ഇത് കിട്ടില്ല, അതായത് എന്താ പറയുക ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞിട്ട് കിട്ടില്ല. ഓക്കെ. യെസ് ഓർ നോ പറയാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലേ, ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ ഏതൊരു സംഭവം ആണെങ്കിലും യെസ് ഓർ നോ എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് 6 ഓഫ് കപ്സ് എനർജി. 6 ഓഫ് കപ്സ് എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ കിട്ടാനുള്ള ചാൻസസ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ. 6 months ടൈം പീരീഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ കിട്ടേണ്ട ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട്. റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ നിങ്ങൾ ഈ രീതിയിലൊരു വ്യക്തിനെ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ഇസ് 8 ഓഫ് വാൻസ് എനർജി. നിങ്ങൾ 100% ജെനുവിനായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്തു, 100% ജെനുവിനായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു എന്ന് പറയുന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് 8 weeks ടൈം പീരീഡിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു.
നൈറ്റ് ഓഫ് കപ്സ് എനർജിയിൽ റിലേഷൻഷിപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ക്രഷുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹമുള്ള രീതിയിലുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ അവർ ഇപ്പോഴും റെഡി അല്ല നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാത്ത, നിങ്ങളുടെ അടുത്ത് പറയാത്ത രീതിയിലുള്ള കുറച്ച് എക്സ്പ്രസീവ് അല്ലാത്ത സ്നേഹങ്ങൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി അഗെയിൻ, നിങ്ങളുടെ ഡയറക്റ്റ് ക്ലയൻറ്റുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉള്ള രീതിയിലുള്ള ജോബുകളാണ് നിങ്ങൾക്ക് ചേരുക എന്നുള്ളത് കാണുന്നു. 3 മന്ത്സിന് ശേഷം, അതായത് ഇവിടെ നിന്നും 3 മന്ത്സിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് കാണുന്നു. 7 ഓഫ് വാണ്ട്സ് എനർജി. 7 ഓഫ് വാണ്ട്സ് എനർജിയിൽ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങളുടെ ഗ്രോത്ത് വളരെ സ്ലോ പ്രോസസ്സായിരിക്കും. അതായത് ഒറ്റ ദിവസത്തിൽ നിങ്ങളൊരു കോടീശ്വരനാവുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് പറ്റില്ല. പകരം ഇറ്റ് വിൽ ടേക്ക് സം ടൈം എന്നുള്ളത് മനസ്സിലാക്കുക. പതുക്കെ ആയിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഐ എം സീയിങ് ദ 8 ഓഫ് കപ്സ് എനർജി. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്തേ മതിയാവുള്ളൂ. ഇത് വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ പോയേ മതിയാവുള്ളൂ. അത് ചിലപ്പം കരിയർ രണ്ടിലെ കാര്യത്തിലായിരിക്കാം, ചിലപ്പം റോങ് റിലേഷൻഷിപ്സ് ആയിരിക്കാം, ചിലപ്പം എന്തെങ്കിലും എഡിക്ഷൻസ് ആയിരിക്കാം. നിങ്ങൾ ഓഗസ്റ്റ് മന്തിൽ എന്തായാലും ആ ഒരു ഡിസിഷൻ എടുക്കും, ഇതെനിക്കിനി വർക്കൗട്ട് ആവില്ല, ഞാൻ ഇതിനകത്ത് വെറുതെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്, ഞാൻ ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ പോയേ മതിയാവുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ച് ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോകും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾക്ക് ലെറ്റ് ഗോ എനർജി ഉണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുകൾ ഉള്ള റിലേഷൻഷിപ്പാണെന്നുണ്ടെങ്കിൽ വേണ്ട വെച്ച് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന എനർജി ഉണ്ട്. അതേപോലെ തന്നെ ന്യൂ എനർജീസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡും എനിക്കിവിടെ കാണാൻ പറ്റുന്നു. സോ ഓക്കെ, നല്ലൊരു ഇയർ ആണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളുടെ ഷാഡോ വർക്ക് കുറച്ചധികം കൂടുതലായിട്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ നെഗറ്റീവ് പാർട്ടിനെ എന്തൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും, ഓക്കെ, നിങ്ങളുടെ ഉള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കറക്ഷൻസ് വരുത്താൻ പറ്റും, എവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഐ എം സോ ഹാപ്പി ഫോർ യു. സോ നിങ്ങൾക്ക് റീഡിംഗ് എടുത്ത് തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കണ്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പൈൽ സെലക്ഷൻ റിലേറ്റഡ് വീഡിയോസും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.